എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം. നാലാം അധ്യായം 17 മുതൽ 32 വരെ. എഫേസ്യർ 4:17 മുതൽ 32 വരെ. ഞാൻ അവിടെ ഒന്ന് വായിക്കാം. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. നമ്മളോട് പൗലോസ് പറയുന്നത് നമ്മൾ പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളാനാണ്. പഴയ മനുഷ്യനെ വേണ്ട, നമുക്ക് പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുവാൻ ആണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു താല്പര്യത്തിൽ നമ്മളായിരിക്കണം. അല്ലാതെ ഇതുവരെ നടന്ന അതേപോലെ നടക്കാൻ നമ്മൾ ആഗ്രഹിക്കരുത്. തുടർന്നും കർത്താവിൻ്റെ കൃപ പ്രാപിച്ച് കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി ജീവിക്കാനായിട്ട് നമ്മളെ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. 4:17 നമ്മൾ വായിക്കുന്നത് സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ. ജാതികൾക്ക് അങ്ങനെ നടക്കാം, അതുപോലെ നമ്മൾ നടക്കരുത്. അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. നമ്മളെ ജാതികളിൽ നിന്ന് കർത്താവ് എടുത്തിരിക്കുന്നു, വിളിച്ചു വേർതിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി അവർ നടക്കുന്നത് പോലെ നടക്കാൻ വേണ്ടിയല്ല. ഒരു ക്രിസ്ത്യാനി കർത്താവ് എങ്ങനെ നടന്നുവോ അതുപോലെ നടക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവർ നടക്കുന്ന പോലെ നമ്മൾ നടക്കരുത്. അത് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. 18-ാമത്തെ വാക്യത്തിൽ അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ച് പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. അപ്പോൾ അവർ അന്ധബുദ്ധികളാണ്. അന്ധബുദ്ധികളെന്ന് പറഞ്ഞാൽ കണ്ണ് കാണാൻ വയ്യാത്തൊരു അന്ധബുദ്ധിയാണ്, അല്ലാതെ നല്ല ബുദ്ധിയല്ല. അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, അറിവില്ലായ്മ നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ. അവർക്ക് അതുകൊണ്ട് ഹൃദയകാഠിന്യം ഉണ്ടായിരിക്കുന്നു. ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവരാ. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അവരെ അകന്ന് മനം തഴമ്പിച്ചു, മനസ്സ് തഴമ്പിച്ചിരിക്കുന്നതിനെ ഒന്ന്
ആ തഴമ്പ് മാറ്റിക്കൊണ്ടുവരാൻ ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്നത് എന്താണ്? അവര് സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. സകല അശുദ്ധിയും. അപ്പോൾ അശുദ്ധിയാണ് അവർ പ്രവർത്തിക്കുന്നത്, മുഴുവൻ അശുദ്ധിയാണ് ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളോ യേശുവിൽ സത്യം ഉള്ളതുപോലെ നമ്മളെ ആ ജാതികളിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് യേശുവിൽ സത്യം ഉള്ളതുപോലെ അവനെക്കുറിച്ച് അവനിൽ ഉപദേശം ലഭിച്ച്, യേശുക്രിസ്തുവിനെ നമ്മൾ കേട്ടത് മാത്രമല്ല, അവനിൽ നിന്ന് നമ്മൾ ഉപദേശം പ്രാപിച്ചിരിക്കുന്നു. ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. ഇവർ ജീവിക്കുന്നത് പോലെ അല്ല ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ക്രിസ്തു ഒരു വ്യത്യസ്ത മനുഷ്യനാണ്. അവൻ പഠിച്ചത് മുമ്പിലത്തെ നമ്മുടെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മളുടെ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിക്കണം. നമ്മുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി, ആത്മാവിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ, നമ്മളിൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കണം. അങ്ങനെ നമ്മൾ ഭോഷ്ക് ഉപേക്ഷിച്ച് കർത്താവിനെ സേവിക്കുന്ന വിശ്വസ്ത സാക്ഷികളായി നമ്മൾ തീരണമെന്നാണ് പൗലോസ് നമ്മളോട് പറയുന്നത്. 18-19 നമ്മൾ വായിക്കുന്നത് എന്തുവാണ്? അവര് അന്ധബുദ്ധികളായി, അജ്ഞാന നിമിത്തം, ലോകക്കാര് കണ്ണ് കാണാത്ത അന്ധബുദ്ധികളായി. കണ്ണ് കാണാത്തവർക്ക് എന്ത് ബുദ്ധി ഉണ്ടാകും? അവരുടെ ഹൃദയത്തിലുള്ളത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, അറിവില്ലായ്മ നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ, അവർക്ക് അറിവില്ലായ്മ മാത്രമല്ല, അവർക്ക് ഹൃദയകാഠിന്യവും സംഭവിച്ചിരിക്കുന്നു. ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അവര് അകന്നു. ദൈവത്തിൻ്റെ ജീവനുള്ളത് ദൈവത്തിലാണ്. ആ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് ഈ മനുഷ്യര് അകന്നു. ദൈവത്തിൽ നിന്ന് അവരകന്നു. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അവരകന്നു. ജീവനിൽ നിന്ന് അകന്ന് അവരുടെ മനസ്സ് തഴമ്പിച്ചു പോയി. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവർ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പിക്കുന്നു. അശുദ്ധി പ്രവർത്തിക്കുന്നതിൽ ഒരു അത്യാഗ്രഹമാണ് അവർ കാണിക്കുന്നത്. അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഏത് തെറ്റ് ചെയ്യുന്നതിനും അവർക്ക് പ്രയാസമില്ല, അതിന് അവരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. എന്നാൽ നമുക്ക് വ്യത്യാസമുണ്ട്. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചു എങ്കിൽ, യേശുവിൽ നിന്ന് നമുക്ക് ഉപദേശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ യേശുവിനെ കുറിച്ച് കേട്ട് അവനിൽ നിന്ന് നിങ്ങൾക്ക് ഉപദേശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. യേശുവിനെ കുറിച്ച് പഠിച്ചത് ഇങ്ങനെയല്ല, യേശു പഠിപ്പിച്ചതും ഇങ്ങനെയല്ല പഠിച്ചത്.
നിങ്ങൾ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ ഒരു പഴയ മനുഷ്യനുണ്ട്. അവനാണ് നമ്മുടെ മുമ്പിലത്തെ നടപ്പിൽ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ പഴയ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിക്കണം. നമ്മൾ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അവനെ വിശ്വസിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളവരാണ്. അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ ആ പഴയ മനുഷ്യനെ, നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ആ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി, പരിശുദ്ധാത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായി ആയ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനെ നമുക്ക് തന്നിട്ടുണ്ട്. ആ പുതിയ മനുഷ്യനെ നമ്മൾ ധരിക്കണം. യേശുക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നയിക്കാനാണ് ഇവിടെ അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. നമുക്ക് കൊലോസ്യർ 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഒന്ന് നോക്കാം. കൊലോസ്യർ 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് അറിയും. എന്തോ തിരിയോ? അയ്യോ, ഏതാ? കൊലോസ്യർ. തെറ്റിച്ച് കളഞ്ഞു, സോറി. അതെൻ്റെ ഒരു പതിവാ. കൊലോസ്യർ 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. 6-7. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് അല്ലേ? തെസ്സലോനിക്കർ എന്നോട് എടുത്തു വെച്ചിരിക്കുന്നത്. കൊലോസ്യർ എടുക്കാൻ പറഞ്ഞു. കൊലോസ്യർ 2:6-7. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ, നമ്മൾ യേശു ക്രിസ്തുവിനെ നമ്മളെ എങ്ങനെ റിസീവ് ചെയ്തോ, നമ്മൾ സ്വീകരിച്ചതുപോലെ ക്രിസ്തുവിനെ നമ്മൾ കൈക്കൊണ്ടു എങ്കിൽ അവൻ്റെ കൂട്ടായ്മയിൽ നമ്മൾ നടക്കണം. യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നമ്മൾ നടക്കണം. ലോകമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചെങ്കിലും നമുക്ക് പെട്ടെന്ന് ലഭിക്കുന്നത് തന്നെയാണ്, ലോകത്തെയാണ് ലഭിക്കുന്നത്. നിങ്ങൾ ലോകത്തെ അല്ല, ലോകവുമായിട്ടുള്ള കൂട്ടായ്മയിലല്ല നടക്കേണ്ടത്. യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവിൻ. യേശുവിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ട്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക മാത്രമല്ല, നിങ്ങൾ സ്തോത്രത്തിൽ, ദൈവത്തോടുള്ള സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. അതാണ് നമുക്ക് കൊലോസ്യർ ലേഖനത്തിൽ കൂടെ പൗലോസ് നമ്മളോട് പറയുന്നത്. കൊലോസ്യർ തന്നെ 3:9-10 വാക്യങ്ങളിൽ
3:9-10 നിങ്ങൾ പഴയ മനുഷ്യനെ, നമുക്കൊരു പഴയ മനുഷ്യനുണ്ട്, എല്ലാവർക്കും പഴയ മനുഷ്യനുണ്ട്. ആ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയുവിൻ. ആ പഴയ മനുഷ്യനാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആ പഴയ മനുഷ്യനെ നിങ്ങൾ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം, നമ്മളെ സൃഷ്ടിച്ചവന്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ, ആ മനുഷ്യനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നല്ലോ. നമ്മൾ ധരിക്കണം, യേശുക്രിസ്തുവിനെ നമ്മൾ ധരിക്കണം. ആ പഴയ മനുഷ്യനെ നമുക്ക് ഇനി വേണ്ട, നമുക്ക് യേശുക്രിസ്തുവിനെ ധരിക്കണം. ധരിച്ചിരിക്കുന്നല്ലോ. അതിൽ യവനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രകർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. എല്ലാവരിലും ക്രിസ്തു ആകണം. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് റോമർ 12:1-2 കൂടെ ഒന്ന് നോക്കാം. റോമർ 12:1-2 അവിടെ നമ്മളോട് പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കാനാണ് പറയുന്നത്. എങ്ങനെ സമർപ്പിക്കാന്? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ കൽപ്പനയാണത്. അത് വിശദീകരിച്ചു തരാനില്ല. അതുപോലെ നമ്മൾ അനുസരിക്കാനുള്ളതാണ്. നമുക്ക് സഖരിയ പ്രവാചകൻ എന്ത് പറയുന്നു എന്നൊന്ന് നോക്കാം. ഹോശേയ സഖരിയ പ്രവാചകൻ 8-17 വാക്യങ്ങൾ. 8-17 വാക്യങ്ങളിൽ പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവയാകുന്നു. എന്താണ്? ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം പറയുവിൻ. അത് നമ്മൾ ആരും സഖരിയാവ് 8 സഖരിയാവ് 8:16-17 നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു. നമ്മൾ ചെയ്യാനുള്ള കാര്യം ഇതാ. എന്താണ്? ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം പറയുവിൻ. കൂട്ടുകാരനോട് കള്ളം പറയുന്നതിലധികം പേരും. അതുകൊണ്ട് ഓരോരുത്തൻ കൂട്ടുകാരനോട് സത്യം പറയുവിൻ. നിങ്ങളുടെ ഗോപുരങ്ങളിൽ നേരോടും സമാധാനത്തോടും കൂടെ ന്യായപാലനം ചെയ്യുവിൻ. അവര് ന്യായപാലനം കൂടെ ചെയ്യുന്നവരാണ്. കാരണം ഓരോ സ്ഥലത്തെയും പ്രധാനികളെയാണ്, ഇന്നത്തെ പോലെ കോടതിയൊന്നുമില്ല. അപ്പോൾ ആ പ്രധാനികളെയാണ് ന്യായപാലനം ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. അവരുടെ അടുത്ത് വരുമ്പോൾ അവർക്കിഷ്ടമുള്ള പോലെ ചെയ്യരുത്, നിങ്ങൾ നേരോടെ ചെയ്യുവിൻ. നിങ്ങളിൽ ആരും തൻ്റെ കൂട്ടുകാരൻ്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്. കൂട്ടുകാരൻ്റെ നേരെ
നമുക്ക് മനസ്സിലാകുന്നതാണല്ലോ, വേറെ പറയണ്ടല്ലോ. ദോഷം നിരൂപിക്കരുത്. പിന്നെ കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയും അരുത്. നമ്മൾ ഒരിക്കലും കള്ളസത്യം ചെയ്യരുത്. ഇതെല്ലാം ഞാൻ വെറുക്കുന്നല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. കർത്താവിൻ്റെ അരുളപ്പാട് അതാണ്. അത് മുഴുവൻ കർത്താവ് വെറുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. സങ്കീർത്തനം 4:4 എന്തോ പറയുന്നു? സങ്കീർത്തനം 4:4 നമ്മളോട് പറയുന്നത്, നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ, നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ. രാത്രി കിടക്കാൻ പോകുമ്പോൾ നമ്മൾ പകല് നമ്മളോട് ദോഷം ചെയ്തവരോടൊക്കെ ഇന്ന പോലെ ദോഷം ചെയ്യണം എന്നുള്ള ആ ചിന്തയിൽ അവിടെ കിടക്കുകയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പിൻ, എന്നിട്ട് നിങ്ങൾ നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ. 5-ാം വാക്യം. അത് കഴിഞ്ഞാൽ യഹോവയിൽ ആശ്രയം വയ്പ്പിൻ. അവൻ നമുക്ക് നന്മ കാണിക്കും. കർത്താവ് നമുക്ക് നന്മ കാണിക്കും. നന്മ കാണിക്കുവാൻ കർത്താവിന് കഴിയും. റോമർ 12-ാം അധ്യായത്തില് 12-ന്റെ 17, 18, 19 വാക്യങ്ങള്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആയിരിപ്പിൻ. നിങ്ങളുടെ മുമ്പിലുള്ള മനുഷ്യരോട്, സകല മനുഷ്യരോട്, എല്ലാവരോടും സമാധാനം ആയിരിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒന്ന് പറഞ്ഞത്. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആയിരിപ്പിൻ. നമുക്ക് അങ്ങനെ സമാധാനം ആയിരിക്കാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. നിങ്ങൾ പ്രതികാരം ചെയ്താൽ ശരിയാകത്തില്ല. അതുകൊണ്ട് നമ്മൾ ദൈവകോപത്തിന് ഇടം കൊടുക്കുക, നമ്മൾ പ്രതികാരം ചെയ്യാതെ ഇരിക്കുക. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് പറയുന്നു. റോമർ 14:18-19 ഒരു വാക്യമുണ്ട്. 14:19 ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ എൻ്റെ മുമ്പിലത്തെ വാക്യം കൂടെ വായിക്കാം. അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിനെ ശ്രമിച്ചു കൊള്ളുക. സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനത്തിനും ഉള്ളത് ശ്രമിച്ചു കൊള്ളുക. നമ്മൾ അത് ചെയ്യാനാണ് പറയുന്നത്. എബ്രായർ 10-നകത്ത്
എബ്രായർ 10:24-25 അവിടെ നമ്മൾ വായിക്കുന്നത്, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. ചിലർ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്നു, അതുപോലെ നമ്മൾ ചെയ്യരുത്. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. ഇത് നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. അധികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അവിടെ ഓർപ്പിക്കുന്നത്. യെശയ്യാവ് 63 ഒരു കാര്യം പറയുന്നു. യെശയ്യാവ് 63:9-10 അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവന്റെ സമ്മുഖദൂതൻ അവരെ രക്ഷിച്ചു. തൻ്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. ദൈവം നമുക്ക് മനുഷ്യനെ ചെയ്ത കാര്യത്തെക്കുറിച്ച് ഓർപ്പിക്കുകയായിരുന്നു യെശയ്യാവ് അവിടെ. പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? എന്നാൽ അവർ മത്സരിച്ചു, അവൻ്റെ പരിശുദ്ധനെ ദുഃഖിപ്പിച്ചു. നമ്മൾ എങ്ങനെയാണ്? നമ്മൾ മത്സരിക്കുകയാണോ? അവൻ്റെ പരിശുദ്ധനെ ദുഃഖിപ്പിക്കുകയാണോ? അത് നമ്മൾ ഓർക്കണം, ഓർത്തത് ചെയ്യണം. കൊലോസ്യർ 3:8 അല്ല, ഇങ്ങനെ വായിക്കുന്നുണ്ട്. 3:8 നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. അത് വിട്ടുകളയാൻ പറയുമ്പോൾ പത്രോസ് നമ്മളോട് എന്തോ പറയുന്നു? 1 പത്രോസ് 2:1-2 വാക്യങ്ങളില്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതാണ്. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അത് നമ്മൾ ചെയ്യണം. കൊലോസ്യർ 3:12 മുതലുള്ള വാക്യങ്ങളില് ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ച് കൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. നമ്മളോട് പറയുന്നതാണ്, കർത്താവ് നമ്മളോട് ക്ഷമിച്ചു. കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുകൊണ്ട് അതുപോലെ നമ്മളും ക്ഷമിക്കുക.
മാത്രം പോരാ, എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്ഷമിക്കുക, സ്നേഹിക്കുക, സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. യേശുക്രിസ്തുവിൽ സമാധാനം വിളഞ്ഞിരിക്കുകയായിരുന്നു. അതുപോലെ നമ്മിലും സമാധാനം വിളയണം. അതിനു വേണ്ടിയിട്ട് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കണം. ഇങ്ങനെ ജീവിച്ച് നമ്മൾ ഈ ജാതികളുടെ വ്യർത്ഥ ചിന്ത, ദുർബുദ്ധി ഇതൊക്കെ അനുസരിച്ച് നടക്കാതെ രക്ഷിക്കപ്പെട്ട നാം ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ അതിനുള്ള സാധ്യത വളരെ ഉണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നാം ചെയ്യേണ്ടത് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്, നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ഉപേക്ഷിക്കണം. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ, ആ പുതിയ മനുഷ്യനാണ് യേശു ക്രിസ്തു. ആ പുതിയ മനുഷ്യനെ ധരിക്കണം. എബ്രായർ 12-ാം അധ്യായം 1-2 വാക്യങ്ങളോടെ ഒന്ന് നോക്കാം. എബ്രായർ 12:1-2 വാക്യങ്ങളെ അവിടെ പറയുന്നത്, ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. നമ്മൾ ഓടുക, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപമാനം അവൻ അലക്ഷ്യമാക്കി അവൻ ക്രൂശിനെ സഹിച്ചു. അവൻ ക്രൂശിനെ സഹിച്ചതുപോലെ നമ്മളും ക്രൂശിനെ സഹിക്കുന്നവരായി തീരണം എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം പൗലോസ് എഴുതിയതാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞത്. ക്ഷമിക്കുക. നമ്മൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിനെ നോക്കുക. നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കാൻ, കർത്താവ് മുഴുവൻ നമ്മളോട് ക്ഷമിച്ചു, അതുപോലെ അന്യോന്യം ക്ഷമിക്കാനും പരിശുദ്ധാത്മ ശക്തിയിൽ നമുക്ക് കഴിയും. അതിന് നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിനെ കീഴടക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ കീഴടങ്ങി നമ്മളെ കൊടുക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.